ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കല്യാണിയുടെ ആ കഴുത്തില് മുമ്പ് കെട്ടിയിരുന്ന ആ ഒരു മണി കണ്ടിട്ട് പ്രകാശിന് വല്ലാത്തൊരു ആഗ്രഹം തോന്നാണ്. കല്യാണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോൾ ആ മണിയില്ലേ കഴുത്തിൽ കെട്ടിത്തൂക്കി അതിപ്പോ എവിടെയാണ് ചോദിക്കുമ്പോ അത് അമ്പലത്തിലെ ആൽമരത്തിൽ കെട്ടിയിട്ടെന്ന് പറയുമ്പോ എനിക്കത് കാണാൻ പോണോന്ന് പറയാണ്. അങ്ങനെ പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് കല്യാണി അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം കല്യാണി ആ മണി കാണിച്ചു, അമ്പലത്തിലെ ആ ആൽമരം കാണിച്ചു കൊടുക്കണം. കണ്ടില്ല വെച്ചാൽ അവിടെ ഒരുപാട് മണികളില്ലേ, ആ കൂട്ടത്തിൽ ഞാൻ എന്റെ കഴുത്തിലെ മണി കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ദൂരത്തന്നെ പ്രകാശം കാണുന്നുണ്ട്. പ്രകാശന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. പ്രകാശം വിറച്ച് ആ ഒരു മണിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതൊരു ചുവന്ന ചരടിലാണ് ആ ഒരു പശുവിന്റെ കഴുത്തിലിട്ടേക്കണം. മൊത്തം ആ ഒരു മണി റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അത് പ്രകാശിന് അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശേഷം അത് കൈ വിറച്ച് അതൊന്ന് പിടിക്കുന്നുണ്ട്. കല്യാണിക്കും ആകെ വിഷമോട്ടെ. എന്താ അച്ഛൻ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല മക്കളെ, ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് പഴയ ഓർമ്മ വരുന്നത്, നിന്റെ അമ്മ എത്ര പ്രാവശ്യം ഈ മണി നിന്റെ കഴുത്തിൽ കെട്ടി തന്നിട്ടുണ്ടെന്ന് അറിയാവോ? നീ പുഴയെ വീഴുന്ന പേടിയായിരുന്നു നിന്റെ അമ്മക്ക്. അത് ഒരു കണക്കിന് ഈ മണി നിന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മണിനാഥം പോലെയാണ് ഇത് ശരിക്കും. പക്ഷെ അന്ന് എനിക്ക് ആ മണിനാഥം കേൾക്കുമ്പോൾ അത് മനസ്സിലായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോ കല്യാണി പറയണ്ട, അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേന്ന് ചോദിക്കുമ്പോ, മോളെ ഞാനൊരു കാര്യം പറഞ്ഞ മോള് എനിക്ക് ആ ആഗ്രഹം സാധിച്ചു തരൂ എന്ന് പ്രകാശൻ ചോദിക്കുകയാണ്. എന്താ അച്ഛന്റെ ഏത് ആഗ്രഹവും എന്നെ കൊണ്ട് പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരും. ഞാൻ ഈ മണി എടുത്തോട്ടെ അത് വേണോ വേണം മോളെ. എനിക്ക് ഈ മണി എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കണം. ഞാൻ മരിക്കുമ്പോഴും എന്റെ കയ്യിൽ ഈ മണി ഉണ്ടാവണം എന്ന് പ്രകാശം പറയാണ്. ഞാൻ മോളെ ദ്രോഹിച്ചത് ഈ മണി മോളുടെ കഴുത്തിൽ നിന്ന് കുറെ പ്രാവശ്യം പറിച്ചെടുത്ത് കളയാൻ നോക്കിയിട്ടുണ്ട്. അതിനെയൊക്കെ പരിഹാരമായിട്ട് എനിക്ക് ഈ മണി എന്നും കണി കാണണം. എനിക്ക് ഈ മോളുടെ അമ്മയും മോളും അത്രമാത്രം സ്നേഹിച്ചൊരു സംഭവമാണിത്. ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അത് കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. കല്യാണിക്ക് ഭയങ്കര സങ്കടവും അതുപോലെ സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. എനിക്കൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് പോകാന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട് കല്യാണത്തെ, മോളെ എന്റെ മനസ്സിൽ ഇപ്പൊ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. മോളുടെ അമ്മേനെ കൊന്ന ആ ഗംഗപ്രസാദ് ഉണ്ടല്ലോ, അവൻ എന്റെ കൈ കൊണ്ട് മരിക്കണം മോളെ എന്ന് പറയാണ്. അതൊക്കെ നമുക്ക് കൊണ്ടൊക്കെ പറ്റുമോ വെച്ചാ എനിക്കറിയില്ല. അവനെ കൊല്ലണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, കിരണേട്ടനും ഉണ്ട്, ഇപ്പൊ അച്ഛനും ഉണ്ട്. എന്തായാലും നമ്മുടെ ആരുടെ കയ്യിലാണ് അവൻ ആദ്യം കിട്ടുന്നത്, അവരെന്തായാലും അവനെ തീർത്തിരിക്കും അച്ഛ എന്ന് പറയാണ്. ആ സമയത്താണ് ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഇവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി രണ്ടുപേരും അടുത്ത് നിൽക്കാണ്. പക്ഷെ കല്യാണിക്കും പ്രകാശിനും ഇവര് ഗംഗപ്രസാദ് ആണെന്നും സ്റ്റെഫി ആണെന്നും മനസ്സിലാവുന്നില്ല. അവരിത് കേട്ടിട്ട് അവരിങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ അവരെ തിരിച്ചറിയണില്ല. അപ്പൊ ഗംഗപ്രസാദും സ്റ്റെഫി ഇങ്ങനെ പുച്ഛത്തോടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പ്രകാശം വീണ്ടും പറയണ്ട, അതേ മോളെ മോളുടെ അമ്മേനെ കൊന്ന ആ ഗംഗപ്രസാദിനെ കൊല്ലണത് ഈ ഞാനായിരിക്കും, എന്റെ കൈ കൊണ്ടിട്ടായിരിക്കും അവന്റെ മരണം എന്ന് പറഞ്ഞിട്ട് പ്രകാശനും കല്യാണം കൂടി അമ്പലത്തിലൊക്കെ വലം വെക്കുവാണ്. അവരങ്ങോട്ട് മാറിക്കഴിയുമ്പോഴേക്കും സ്റ്റെഫി ഗംഗപ്രസാദിനോട് പറയുന്നുണ്ട്, എടാ എല്ലാവർക്കും നിന്നെ കൊല്ലണോന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് പറയുന്നുണ്ട്, അതെ എല്ലാവരുടെ ആഗ്രഹം എന്നെ കൊല്ലണോന്നാണ്. പക്ഷേ ആ ആഗ്രഹം നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. എന്നെ കൊല്ലണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് മരണമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എത്തും, എന്നിട്ട് അവരുടെ മരണമാണ് സംഭവിക്കുന്നത്. കല്യാണിയുടെ അച്ഛൻ വയസ്സാങ്കാലത്ത് അയാളുടെ സ്വപ്നം കൊള്ളാം, അയാളുടെ മരിച്ചുപോയ ഭാര്യയുടെ ആത്മാവിന് ശാന്തി കിട്ടാനായിട്ട് എന്നെ കൊല്ലണോത്ര കിളവന് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കാട്ടോ. ശേഷം കല്യാണിയും അതുപോലെ തന്നെ പ്രകാശനും അമ്പലത്തിൽ ഇങ്ങനെ തൊഴുമ്പോഴേക്കും തിരുമേനി വന്നിട്ട് ഇങ്ങനെ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കണ്ട എന്ത് പറ്റി, മുഖത്ത് വല്ലാത്തൊരു വിഷമം ഉണ്ടല്ലോ എന്ന് പ്രകാശനോട് പറയുമ്പോ, അത് വല്ലാത്തൊരു വിഷമം വേറൊന്നുമല്ല തിരുമേനി, ആ ഗംഗപ്രസാദ് ഇപ്പോഴും പുറത്തുണ്ടല്ലോ എല്ലാവർക്കും ഭീഷണിയായിട്ട്, അവൻ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ലല്ലോ, അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരുടെ മനസ്സിലെന്ന് പറയുമ്പോ തിരുമേനി പറയണ്ട, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അയാളുടെ അവസാനമായോ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറും, ഉടനെ തന്നെ മാറും. പ്രസാദ് എന്ന് പറഞ്ഞ ആളുടെ മരണം ഉടനെ തന്നെ സംഭവിക്കും. അങ്ങനെ ഒരുപാട് നാളൊന്നും അവൻ ജീവനോട് ഉണ്ടാവില്ല എന്നൊക്കെ തിരുമേനി പറയാണ്. ഇതൊക്കെ കേട്ട് ഗംഗപ്രസാദും സ്റ്റെഫി അടുത്തുനിന്ന് തന്നെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രസാദവും കാര്യങ്ങളൊക്കെ മേടിച്ച് കല്യാണിയും അതുപോലെ പ്രകാശനും അമ്പലത്തിൽ കുറച്ചു നേരം നിൽക്കുകയാണ്. അപ്പോ നമ്മുടെ ഗംഗ പറയുന്നുണ്ട് സ്റ്റെഫി നമുക്ക് അവരുടെ മുമ്പിൽ കൂടി പോയി നിൽക്കാം, അവര് നമ്മളെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാലോ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി കല്യാണിന്റെ പ്രകാശിന്റെ അടുത്തുകൂടി പോകുക കേട്ടോ. മുട്ടിയില്ല എന്ന് പറഞ്ഞ് പോകാണ്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. പക്ഷെ അവർക്ക് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കൂടാണ്. ഓഹോ, അപ്പൊ അവർക്ക് മനസ്സിലാവണില്ല. നമുക്ക് എല്ലാ ദിവസവും ഈ സമയത്ത് അമ്പലത്തിൽ വരണം സ്റ്റെഫി, എന്നിട്ട് നമുക്ക് പരമാവധി ഇവരെയൊക്കെ വട്ടം കറക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ കാർത്തികയും അതുപോലെ ലക്ഷ്മിയമ്മയും വരുമായിരിക്കും. അതെന്താണ് നിനക്ക് ഇത്ര ഉറപ്പ്? അല്ല, പ്രകാശ് എന്ന് പറഞ്ഞ ആള് മാറിയിട്ടുണ്ടല്ലോ, അപ്പൊ അയാൾ മലക്ക് പോകണം മുമ്പ് കാർത്തിക വരാതിരിക്കില്ലല്ലോ.
അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ എന്നൊക്കെ പറയാട്ടോ. അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളത്തെ ദിവസം അങ്ങനെ അവർ കണ്ടുപിടിക്കത്തൊന്നുമില്ല. പക്ഷെ അടുത്ത ദിവസമാണ് ഗംഗപ്രസാദിന്റെ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഗംഗപ്രസാദിനെ തന്നെ വിനയാവണത്. പുള്ളിക്കാരന്റെ വിചാരം പുള്ളിക്കാരന്റെ ഈ വേഷം ആർക്കും മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരനും സ്റ്റെഫി ഭയങ്കര പെർഫെക്റ്റ് ആണ്, അവരെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ചെന്നൈയിൽ വിറച്ചവൻ ഒറ്റക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു തലയെടുപ്പാണ് തനിക്കെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ കല്യാണിയും പ്രകാശനും സ്റ്റെഫിനെ ഗംഗപ്രസാദിനെ അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടെങ്കിലും അവർക്കും ചെറിയ സംശയങ്ങളൊക്കെ തോന്നി കാണുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കിരൺ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തില്ലല്ലോ. എന്തായാലും കിരണും അമ്പലത്തിലേക്ക് അടുത്ത ദിവസം ഇവരുടെ കൂടെ വരുന്നുണ്ട്. കിരൺ ഈ ഗംഗപ്രസാദിനെ സ്റ്റെഫിനെ കാണുമ്പോൾ തന്നെ സംശയം തോന്നുവാട്ടോ. കാരണം അവരുടെ ആ ഒരു താടി, ആ മുടിയൊക്കെ കാണുമ്പോൾ തന്നെ സംശയം തോന്നുന്നുണ്ട്. ആ താടി വിഗാണോ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും കിരൺ ചിലപ്പോൾ അത് പിടിച്ച് വലിച്ചത്. അതുകൊണ്ടാണ് ആ പ്രൊമോയിൽ കാണിക്കുന്ന സമയത്ത് ഗംഗപ്രസാദ് താടിയുമില്ല, അതുപോലെ തലമുടിയില്ല. അത് മിക്കവാറും കിരൺ അടുത്ത് പറിച്ചു കളഞ്ഞപ്പോ ഗംഗപ്രസാദ് എന്ന് മനസ്സിലാക്കി. അതിനുശേഷം കിരൺ ഗംഗപ്രസാദിന്റെ പുറകിൽ ഓടിയപ്പോഴാണ് ഇവൻ പേടി കൊണ്ട് ഓടിയത്. അങ്ങനെയാണ് അവർ ഓടി ഓടി കാടിന്റെ ഭാഗത്തിൽ എത്തുമ്പോഴേക്കും ഗംഗപ്രസാദ് കിരണിനെ കാണുമ്പോൾ തന്നെ മുട്ടുവിറക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്ന ഗംഗപ്രസാദിനൊക്കെ കിരൺ പിടിച്ച് അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഗംഗപ്രസാദിനെ കൊല്ലാനുള്ള മിക്കവാറും അവസരം കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ ലക്ഷ്മി അമ്മക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രകാശന. കാരണം കിരൺ അങ്ങനെ ഗംഗപ്രസാദിനെ കൊല്ലുമെന്ന് തോന്നണില്ല. ലക്ഷ്മിയമ്മ അല്ലെങ്കിൽ പ്രകാശൻ തന്നെയായിരിക്കും അത് ചെയ്യുന്നുണ്ടാവാം. എന്തായാലും നമ്മുടെ ഗംഗപ്രസാദിന്റെ സ്റ്റെഫിയുടെ മരണം അടുത്തു തന്നെയാണ് നമുക്ക് ഈ പ്രൊമോന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഗംഗപ്രസാദ് മരിക്കാൻ ചാൻസ് കുറവാണ്. ആ സ്റ്റെഫി ആയിരിക്കും മിക്കവാറും മരിക്കുന്നത്. കാരണം ഗംഗപ്രസാദ് ഓടി ശരിയാണ്, സ്റ്റെഫി ഓടിയിട്ടില്ല. സ്റ്റെഫി അപ്പോഴും അമ്പലത്തിൽ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാണ്. സ്റ്റെഫിനെ കൈകാര്യം ചെയ്യാൻ പിന്നെ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും അതുപോലെ തന്നെ കാദംബരിയൊക്കെ തന്നെ മതിയല്ലോ. അവൾക്ക് പേടിയാണ്. നമ്മുടെ ഗംഗപ്രസാദ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കുറച്ചൊക്കെ അങ്ങനെ പേടിയില്ലാത്ത പോലെ പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്യണത്. എന്തായാലും സ്റ്റെഫിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോണത് കല്യാണി തന്നെയായിരിക്കും. പിന്നെ സ്റ്റെഫി എന്ന് പറയണത് ആരെയും കൊന്നിട്ടുമില്ല, പിടിച്ചു പറിച്ചിട്ടുമില്ലെങ്കിൽ പോലും ഗംഗപ്രസാദിന്റെ കൂട്ടത്തിൽ എല്ലാ ക്രൂരതകൾക്കും കൂടെ നിന്നത് സ്റ്റെഫി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെഫിക്കും ഒട്ടും ശിക്ഷയിൽ ഇളവൊന്നും കിട്ടില്ല. ഗംഗപ്രസാദിന്റെ മരണശിക്ഷയാണെന്നുണ്ടെങ്കിൽ സ്റ്റെഫിക്കിന് ജീവിതകാലം മുഴുവൻ ജയിലിലേക്കുള്ള പോക്കായിരിക്കും വരാൻ പോണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിരണും കല്യാണിക്കിന് നല്ല ദിവസങ്ങളാണ് വരാൻ പോണത്. പിന്നെ കല്യാണി രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇതൊന്നും ഞാൻ ലൊക്കേഷൻ ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ സ്റ്റെഫിയുടെ ഇങ്ങനെ ഒരു അപകടം പറ്റുന്നതും സ്റ്റെഫി ഇങ്ങനെ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നത്. അതാണ് ഞാൻ സ്റ്റെഫി ചിലപ്പോൾ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ ഗംഗപ്രസാദ് അപ്പോഴും മരിച്ചതായിട്ടോ അല്ല ഗംഗപ്രസാദ് ഇല്ലാതായിട്ടോ ഒന്നും തന്നെ ഒരു ലൊക്കേഷൻ ഫോട്ടോസിലോ ഒരു ക്ലിപ്സിലോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. എന്തായാലും നമ്മുടെ ഈ ആഴ്ച നല്ല അടിപൊളി ആഴ്ച തന്നെയാണ്. അപ്പൊ നാളെ അവര് തമ്മിൽ കണ്ടുമുട്ടണതും കാര്യങ്ങളും തന്നെയായിരിക്കും. അപ്പൊ നാളത്തെ എപ്പിസോഡ് ലാസ്റ്റോട് കൂടി തന്നെയായിരിക്കും കിരൺ മിക്കവാറും ഗംഗപ്രസാദിനെ കാണുന്ന ഭാഗം. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.